ഇനി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് കൊളാബറേഷൻ ചെയ്യണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണോ? ക്രോസ് പ്രൊമോഷൻസ് എപ്പോഴും വർക്കിംഗ് ആയിരിക്കും. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഒരു ഹെൽത്ത് ഇനീഷ്യൽ ഉള്ള ഒരാളായിരിക്കും, മേ ബി ഞാൻ ചിലപ്പോൾ ഒരു ഡയറ്റീഷ്യൻ ആയിരിക്കും, വേറൊരാളെന്ന് പറയുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും. എന്നാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട രണ്ട് ഓഡിയൻസും നമ്മുടെ കയ്യിലുണ്ട്. അവർ തമ്മിലുള്ളൊരു ഇന്ററാക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൊളാബറേറ്റഡ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റോ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നമുക്ക് ഓർഗാനിക്കലി തന്നെ ഇതിനെ ഗ്രോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. രണ്ടും ഒരു പേഴ്സണൽ ബ്രാൻഡ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വേറെ ആയിരിക്കും. രണ്ടുപേരും അസോസിയേറ്റ് ചെയ്യുക അല്ലേ? ഞാൻ കുറച്ചും കൂടി കണ്ടന്റിലേക്ക് ഡീപ്പായിട്ട് പോവാം. പിന്നെ ആ കണ്ടന്റ് ഒന്ന് എക്സ്പ്ലെയിൻ. ഇപ്പോൾ കണ്ടന്റ് പില്ലേഴ്സ്, ഓക്കെ, ഈ ഇന്ന കണ്ടന്റ് പില്ലർ 1 2 3 4 ഓരോ കണ്ടന്റ് പില്ലറിലും ഇതാണ് ചെയ്യുന്നത്. ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ തരും എങ്ങനെയാണ് ഈ കണ്ടന്റ് പില്ലേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇ-കോമേഴ്സ് ഫാഷൻ ഇൻഡസ്ട്രി ഫാഷൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ജനറിക് ആയിട്ട് ആർക്കെങ്കിലും യൂസ് ചെയ്യാവുന്ന കുറച്ച് ഐഡിയാസ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനെ തന്നെ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ വൈറാലിറ്റി എപ്പോഴും നല്ലത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ 2-3 സെൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നമ്മുടെ കോണ്ടന്റിൽ യൂസ് ചെയ്താൽ അത് നമുക്കൊരു റീച്ച് കൊണ്ടുവരും. അതെ, സെയിം ടൈം നമ്മളൊരു ട്രെൻഡ് നടക്കുകയാണ്. ഇപ്പൊ എക്സാമ്പിൾ ഈ അടുത്ത് ഒരു ഇതുണ്ടായിരുന്നല്ലോ, മറ്റേ ബഫല്ലോ കിക്ക് ചെയ്യണതല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോഴും റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ അതിലേക്ക് ജമ്പിൻ ചെയ്യണം. ആ ഒരു ട്രെൻഡ് വന്ന് അതിനെ ട്രെൻഡ് ജാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെയുള്ള ഒരു ആക്ടിവിറ്റി ആണത്. ട്രെൻഡ് ജാക്കിംഗ്, അതായത് ഒരു ട്രെൻഡ് വന്നു എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഫുൾ ഓൺ ഇറങ്ങാം. അത് ലിറ്ററലി നമ്മുടെ റീച്ചിനെ ഭയങ്കര ലെവലിലേക്ക് സ്കെയിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിൻ്റെ അകത്ത് കുറെ മീൻസ് എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, കുറെ ജങ്ക് ഫോളോവേഴ്സ് കയറി വരൂലേ? ജങ്ക് ഫോളോവേഴ്സ് വരും, ബട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യണത് എവിടെയാണെന്ന് അറിയോ? അൽഗോറിതംസ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോംസിന് നമ്മൾ റെലവെന്റ് ആണെന്നുള്ള ഒരു ഫീൽ വരുത്തും. റെലവെന്റ് കണ്ടന്റ് വരെ പോസ്റ്റ് ചെയ്യേണ്ടതെന്നില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ അത് ട്രെൻഡ് ജാക്കിങ് മനസ്സിലായി. പക്ഷെ ആ ട്രെൻഡ് ജാക്കിങ്ങിൽ അത് അതേപോലെ ചെയ്യാം. പിന്നെ അടുത്ത പില്ലർ ട്രെൻഡ് ഫോളോ ചെയ്യാന്നുള്ള ഒരു കണ്ടന്റ് പില്ലർ അല്ലേ? ഓക്കെ, അത് എൻറ്റയർലി നമ്മൾ എപ്പോഴും കൺസിസ്റ്റൻസിയിൽ തന്നെ പോകാൻ പറ്റണം. കാരണം എപ്പോഴും ട്രെൻഡ് ഒരു മാക്സിമം ഒരു 2 months അല്ലെങ്കിൽ 3 months കൂടുതൽ നിൽക്കില്ല. ഈവൻ ദോ അത് കണ്ടിന്യൂ ചെയ്ത് പോയാലും നമ്മൾ 3 months ഉള്ളിൽ അത് ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ അതിന് നമ്മൾ ഹോപ്പിങ് ചെയ്യരുത്. കറക്റ്റ്, എൻറ്റയർലി അതിനെ പ്ലേസ് ചെയ്ത് മാറ്റാം. സെക്കൻഡ് ഇതെന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്താ പറയുക, ഇൻഫോർടൈൻമെന്റ് രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം. അതായത് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ അവരുടെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കാം. കസ്റ്റമേഴ്സിന്റെ പെയിൻ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇപ്പൊ ഒരു ബൊട്ടിക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പെയിൻ പോയിന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഇത്തിരി ഡാർക്ക് ഷെയ്ഡുള്ള ആൾക്കാർ എന്ത് കളർ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആപ്റ്റ് ആവും എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ ഈ ഡ്രസ്സിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയില്ല, ഷെൽഫ് ലൈഫ് എങ്ങനെയാണെന്ന് അറിയില്ല, അങ്ങനത്തെ കാര്യങ്ങൾ വേറെ എയർ വന്നാൽ തന്നെ അതിനെങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ആ വീഡിയോസ് അവർ മാക്സിമം അവരുടെ ഫ്രണ്ട്സിലേക്കോ അല്ലെങ്കിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അത് രണ്ടാമത്തെ സെറ്റ് ഓഫ് വീഡിയോസ്. മൂന്നാമത്തെ നമ്മുടെ പ്രൊഡക്റ്റിനെ ആൾക്കാർക്ക് മനസ്സിലാവണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു ഫൗണ്ടർ ലെഡ് ബിസിനസ്സും സ്റ്റുഡിയോയും തമ്മിലുള്ള ഡിഫറൻസ്? സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആരുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാനില്ല, അല്ലെങ്കിൽ അവരെ പോലെയുള്ള ഒരാൾ അത് ഇട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, എപ്പോഴും ഈ ഫൗണ്ടർ ലെഡ് ബിസിനസ്സിൻ്റെ ഒരു ഡ്രോബാക്കും കൂടിയാണത്. ആ ഫൗണ്ടറിനെ പോലെ ഇരിക്കുന്നവരായിരിക്കും മോസ്റ്റ്ലി അവരുടെ കസ്റ്റമേഴ്സ്. അല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ ആവണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും അവരുടെ കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇൻ എ ഗുഡ് വേ. പക്ഷേ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലത്തെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൾക്കാരെ മാക്സിമം അതിലേക്ക് അട്രാക്റ്റഡ് ആക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം. ഓക്കെ, മീൻസ് വീഡിയോ കുറച്ചും കൂടി ഡീപ്പായിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ചുമ്മാ ഒരു വീഡിയോ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി ചെയ്യണോ? സ്ക്രിപ്റ്റ് എഴുതി അത് ഓരോരുത്തരുടെ കംഫർട്ട് സോണാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ചില ക്ലയൻസ് ഉണ്ട്, അവർക്ക് സ്ക്രിപ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരുടെ മൈൻഡ് എൻ്റയർലി ഈ ഒരു കോണ്ടന്റിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. അവർക്ക് സ്ക്രിപ്റ്റ് അവർ നേരെ അങ്ങോട്ട് ഇറങ്ങി പറഞ്ഞു, അവർ ക്യാമറ ഓൺ ആക്കി അവർ വേറെ ആൾക്കാരാണ്. നമ്മൾ ഇത്രയും സംസാരിക്കണ പോലെ ആയിരിക്കില്ല എൻ്റയർലി ആൾക്കാർ മാറും. എന്നാൽ എപ്പോഴും പ്ലാൻ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലയൻസിൽ മോസ്റ്റ്ലി സക്സസ്ഫുൾ ആയിക്കണ ആൾക്കാർ ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നോട്ട്സിന് യൂട്ടിലൈസ് ചെയ്യാം. നമുക്കൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ അതിനെ എപ്പോഴും നോട്ട് ഡൗൺ ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കാം. എന്നാൽ നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ ഐഡിയാസിനെ വെൽക്കമിങ് ആവരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രാൻഡ് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടേം വിഷൻ എന്താണെന്നുള്ളത് ആ ഒരു ഏജൻസിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫൗണ്ടറിന് മാത്രമായിരിക്കും അറിയാം. നമ്മുടെ ഫാമിലി ആയാലും കുറെ ആൾക്കാർ വന്നുകൊണ്ട് കുറെ സജഷൻസ് പറയും. വെറുതെ എല്ലാ അഭിപ്രായങ്ങളും കയറി എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയെന്ന് അല്ലെങ്കിൽ നമുക്ക് എവിടെ എത്തണം എന്നുള്ളത് നമുക്കറിയുള്ളൂ. അവർ പറയുന്നത് ചിലപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കും. അതെ കറക്റ്റ്. അവരെ ജസ്റ്റ് ഒരെണ്ണം കണ്ടിട്ടല്ലേ പറയാം. ഓക്കെ, അപ്പം പിന്നെ ആദ്യം പറഞ്ഞ കണ്ടന്റ് പില്ലർ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ജാക്കിങ്, രണ്ടാമത്തത് ഈ ഫൗണ്ടർ ഇൻഫോർടൈൻമെന്റ് വീഡിയോസ്. ഓക്കെ, ഇനി വേറെ ഒരു കണ്ടന്റ് പില്ലർ ഉണ്ടോ? മൂന്നാമത്തെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ട്സിന്റെ ഡ്രോബാക്സും നമ്മൾ ചില സമയത്ത് കാണിക്കണം. ഇതാണ് നമ്മുടെ ഡ്രോബാക്സ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ടീമിന്റെ കോർ സ്ട്രെങ്ത് എന്നുള്ളതും നമ്മൾ കാണിച്ചു കൊടുക്കാം.
അത് ചിലവർക്ക് കാണിക്കാൻ പറ്റും, ചിലവരെ സംബന്ധിച്ച് അത് അത്ര നമുക്ക് എന്താ പറയാ ബാക്ക് സ്റ്റേജ് ആക്ടിവിറ്റീസ് കാണിക്കാൻ സ്ട്രെങ്ത് കാണിച്ചാൽ ഒന്നെങ്കിൽ സ്ട്രെങ്ത് കാണിക്കുക അല്ലെങ്കിൽ വീക്ക്നെസ് കാണിക്കുക. ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് വേണം. ചില സമയത്ത് നമ്മുടെ വീക്ക്നെസ് നമ്മൾ കാണിക്കും, നമ്മുടെ സ്ട്രെങ്ത് ആയി മാറും. ഓക്കെ, അതെ, ഓക്കെ, എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പം പിന്നെ ഓക്കെ, മൂന്നാമത്തെ കിട്ടി. ഇനി ഒരു കണ്ടന്റ് പില്ലർ ഉണ്ടോ? ഇനി ഒരു കണ്ടന്റ് പില്ലർ അല്ല ഉള്ളത്, ഇനി ഒരു മെക്കാനിസം വേണം. അതായത് നമ്മൾ ഇത്രയും ചെയ്തു, ഇതിൽ നിന്ന് അനലൈസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ബെസ്റ്റ് ആൾക്കാർക്ക് അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടണമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ അനലൈസ് ആൻഡ് റീവർക്ക് ചെയ്യണം. എന്താണ് നമുക്ക് ബെസ്റ്റ് പെർഫോമിംഗ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് നമുക്ക് വർക്ക് ആയിട്ടില്ല, കാരണം ഇത് ബാക്കിയുള്ളവർക്ക് വർക്ക് ആവുന്ന ഒരു പാറ്റേൺ ആണല്ലോ. കറക്റ്റ്. അനലൈസ് ആൻഡ് ഇംപ്ലിമെന്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഫേസ്. ഓക്കെ, അങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ അനലൈസ് ചെയ്തു, നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് തീരെ വർക്ക് ചെയ്യില്ല വെക്കുക. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണോ, അല്ലെങ്കിൽ നമ്മൾ അതുമേലെ ഒന്നും കൂടിയും മെച്ചപ്പെടുത്തണോ, അല്ലെങ്കിൽ നമുക്ക് ഫൗണ്ടർ ലെഡ് ബ്രാൻഡിങ് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഫർടൈൻമെൻറ്റ് വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യണം? 90% ഫൗണ്ടർ ലെഡ് ബ്രാൻഡിങ്, ഫൗണ്ടറുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കി ആരോ ചെയ്യുന്ന സാധനങ്ങൾ നടക്കുന്നില്ല. അത് ഒഴിവാക്കണോ, അല്ലെങ്കിൽ അതുമേലെ വീണ്ടും ഫ്രീക്വൻസി കുറയ്ക്കണം. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കണം. എന്നിട്ട് എൻ്റയർലി ഉള്ള കോണ്ടന്റ് സ്റ്റൈലിനെ കംപ്ലീറ്റ്ലി ട്രാഷ് ചെയ്തിട്ട് പുതിയൊരു സ്റ്റൈലിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അതായത് ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. ട്രയൽ ആൻഡ് എറർ എന്ന് പറയാം. ട്രയൽ ആൻഡ് എറർ ആയിട്ട് നമ്മളൊരു അടിപൊളി സിസ്റ്റം ഉണ്ടാക്കി നിൽക്കുക. അപ്പോൾ അടിപൊളി സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ പ്രശ്നം ആ സമയത്ത് അത് ഭയങ്കര റെലവൻ്റ് ആയിരിക്കും. പക്ഷേ പിന്നെയും രണ്ടാമത് വീണ്ടും എങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങുക? കാരണം നമ്മൾ ഫുള്ള് സിസ്റ്റം ഉണ്ടാക്കി ഇതൊക്കെ എല്ലാം വർക്കിംഗ് ആണ്, അപ്പോൾ നമ്മൾ അത് തൊടാൻ നിൽക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റത്തെ പില്ലർ എന്ന് പറയുന്നത് അനലൈസ് ആൻഡ് ഇംപ്ലിമെന്റ് എന്നുള്ള. സോഷ്യൽ മീഡിയയുടെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാ 3 monthsലും ചേഞ്ച് വരും. നമ്മൾ അവിടെ കമ്പൽഡ് ആയിരിക്കും ഇത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമ്മളൊരു എത്ര % പുതിയ ടൈപ്പ് ഓഫ് കണ്ടന്റ് അല്ലെ എക്സ്പെരിമെന്റേഷന് മാറ്റി വെക്കണം? ഏറ്റവും ബെസ്റ്റ് 50-50 ആണ്. ബട്ട് ആ ഒരു റിസ്ക് ആരും എടുക്കില്ല. എന്നാലും ഒരു 70-30 എന്നുള്ള രീതിയിലെങ്കിലും നമ്മൾ പോകണം. ഒരു 30% എപ്പോഴും എന്തെങ്കിലും പുതിയൊരു ഐറ്റം നമ്മൾ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്നാലും നമുക്ക് മാർക്കറ്റിൽ റെലവൻസ് ഉള്ളൂ. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടെക്കിലേക്ക് ആക്സസ് ഉണ്ട്. അതെ അതെ, അവരുടെ അവരുടെ സ്മാർട്ട് ഫോൺ മതി ആർക്ക് വേണമെങ്കിലും ഒരു പുതിയ ക്രിയേറ്റർ ആയിട്ട് ഓൺബോർഡ് ആവാനായിട്ട്. അതെ, ഓക്കെ, ആക്സസ് ഉണ്ട്. സോ ദ മോർ ഇന്നോവേറ്റീവ് ഇപ്പം ഇറങ്ങിയാൽ, നേരത്തെ ഇറങ്ങിയാൽ അത്രയും നല്ലത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നമുക്കൊരു തോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം സ്റ്റാർട്ട് അതിന് ഏജൻസിന് പിന്നെ 1.5 ലക്ഷം 3,000 5,000 ഒന്നും കാത്തിക്കണ്ട. ഇന്ന് ഫോൺ എടുക്കുക, തുടങ്ങുക അല്ലേ. പിന്നെ ഓൺ ദ ഗോ ഇത് തന്നെ ഞാനും ചെയ്തിരുന്നത്. അങ്ങോട്ട് തുടങ്ങി, ബാക്കിയൊക്കെ പിന്നെ ഉണ്ടായി വന്നതാണ്. പിന്നെ ഇപ്പം ഈവൻ ഡേ 1 തൊട്ട് നമുക്ക് ഒരിക്കലും ഒരു സിസ്റ്റം വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതെ അതെ, അപ്പം എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ഓൺ ദ വേ ഇംപ്രൂവ്. അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഓൺലൈൻ്റെ കേസ് വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര കോൺഷ്യസ് ആവും. ഈ കോൺഷ്യസ് ആവണേൻ്റെ വേറെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 5 പേര് പുതിയ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടാവും. കറക്റ്റ്. അപ്പോൾ യു ആർ ലൂസിങ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പം പിന്നെ ഞാൻ ഈവൻ പറയാറ്, പിന്നെ ഇപ്പോഴും ആൾക്കാരുണ്ട് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കും, നിങ്ങൾക്ക് സ്റ്റോർ തുടങ്ങാനാണ്. നിങ്ങൾക്ക് ഓൺലൈൻ തുടങ്ങിയാൽ പോരെ, 2 വീഡിയോ ഇട്ടാൽ പോരെ. അതിന് തയ്യാറല്ല. എന്നാലോ 1 കോടി 2 കോടിയൊക്കെ സ്റ്റോറിന് മുടക്കാൻ തയ്യാറാണ്. അതാണ് വേറെ കേസ്. ആർക്കും ഓൺലൈൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് അത്ര അവെയർ അല്ല. ഇപ്പം നമ്മുടെ ഈ ഇ-കോം കമ്മ്യൂണിറ്റിയിലൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ ആ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് ഏർലി ടൈമിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തേക്കുന്ന ആൾക്കാരാണ്. അതെ, ബാക്കിയുള്ളവരുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ബ്രിക്ക് ആൻഡ് മോട്ടർ ബിസിനസ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഷോപ്പ് തുടങ്ങണമെന്നില്ലേ. പക്ഷേ എത്രയോ ബിസിനസ്സുകൾ ഞാൻ ഓൺലൈനിൽ ചെയ്യുന്നത് കാണുന്നുണ്ട്. അത് വെറും ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആയിരിക്കും. അതായത് അവർ ആദ്യം ബിസിനസ് ഉണ്ടാക്കിയാണ് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വൂക്കമേഴ്സിലാണ് ഇപ്പം നമ്മൾ സംസാരിച്ച മകിൽ പറഞ്ഞ് ഷോപ്പിഫൈയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടായിരുന്നു ഷോപ്പിഫൈയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഈ പറഞ്ഞ പോലെ ഇനിയൊരു 3 monthsൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഈ 3 പ്ലാറ്റ്ഫോംസിൽ തന്നെ വരാൻ പോണ മേജർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് കോമേഴ്സ് കുറച്ചും കൂടെ സ്കെയിൽ ആവാൻ പോകുന്നുണ്ട്. കറക്റ്റ്, ഒരു ഡൗട്ടും ഇല്ല. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഫേസിൽ വരുമ്പോൾ വൂക്കോമേഴ്സിന് സപ്പോർട്ട് ഭയങ്കര കുറവാണ്. ലൈക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഷോപ്പ് ഫീച്ചർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി വേ എന്ന് പറയുന്നത് ഷോപ്പിഫൈ സൈറ്റിനാണ്. ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ലോങ് ടേമിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് സ്കെയിൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് കോമേഴ്സ് നമുക്കൊരു വലിയ ഫാക്ടറായിട്ട് തന്നെ വരും. ഇപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ ഇപ്പം എനിക്ക് ആക്സസ് കിട്ടിയായിരുന്നു. അപ്പോൾ അവിടെ ആയാലും വാട്സപ്പിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വെബ് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിൻ്റെ ആവശ്യമില്ല. കറക്റ്റ്. അപ്പോൾ ചിലപ്പം ഷോപ്പിഫൈ തന്നെ റീപ്ലേസ് ആയി പോയേക്കാം. പക്ഷെ ഇപ്പം നിങ്ങൾ കാണുന്നത് വൂക്കമേഴ്സ്. അപ്പോൾ എത്ര സ്റ്റോഴ്സ് നിങ്ങളിപ്പോൾ മൈഗ്രേറ്റ് ചെയ്യും? നമ്മളിപ്പോൾ ഒരു 5 സ്റ്റോഴ്സിൻ്റെ വർക്ക്സ് ഇപ്പോൾ റൈറ്റ് നൗ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് സ്കെയിലിൽ എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് ചെയ്യുന്ന സ്റ്റോഴ്സ് ആണ്? മോസ്റ്റ്ലി ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 15,000 ഓർഡേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്, പെർ മന്ത് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ
ഓക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇതിനൊക്കെ ഒരു ഡെവലപ്പർ വെച്ചതാണോ? എങ്ങനെയാണ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പൊ ഇൻഹൗസ് ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് നമ്മൾ പുറത്തുനിന്നുള്ള സോഫ്റ്റ്വെയർസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഓട്ടോമേഷൻസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൺ. അപ്പോൾ ഇൻഹൗസ് ടീം ഇപ്പോൾ ഡെവലപ്മെന്റ് ടീം നിങ്ങൾക്ക് എത്ര ഉണ്ട്? എത്ര ടെക് ടീം? ഇപ്പൊ നമുക്ക് ആകെ 3 പേരാണ് നമുക്ക് ആ ഡെവലപ്മെന്റ് ഫേസിലേക്ക് ആവശ്യമുള്ളതുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഷോപ്പിഫൈ ഒന്നും കൂടി ഈസി ആവും, കാര്യങ്ങളൊക്കെ ഒന്നും കൂടി സ്മൂത്ത് ആവും, പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും, കാത്തുക്കണ്ട, ഡെവലപ്പ് ചെയ്യാൻ കാത്തുക്കണ്ട. ഓക്കെ, കാരണം അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ലൈക്ക് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിഫൈയുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈവൻ ദോ WooCommerce അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഷോപ്പിഫൈ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഭയങ്കര ഈസി ടു യൂസ് ആണ്. അതായത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ 10,000 ആപ്പുകൾ ഉണ്ട്. അപ്പോൾ എന്ത് യൂസ് കേസ് നമുക്ക് എന്ത് സാധനം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവൈലബിൾ ആയിരിക്കും ഓൾറെഡി. പക്ഷെ ബാക്കിയുള്ളതിൽ ഭയങ്കര പാടാണ്. ഈ ഡെവലപ്പർ അത് കണ്ടുപിടിക്കണം, അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സെയിൽസിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. പിന്നെ ഡൗൺ ടൈം ഞാൻ ലൈക്ക് ഇപ്പം അനലൈസ് ചെയ്ത് വെച്ചിട്ട് ഡൗൺ ടൈം ഭയങ്കര കുറവാണ് ഷോപ്പിഫൈക്ക്. ഡൗൺ ടൈം ഇല്ല, എനിക്ക് ഹാർഡ്ലി ഗെറ്റ് എ ഡൗൺ ടൈം. WooCommerce സംബന്ധിച്ച് ഡൗൺ ടൈം കുറച്ച് നിങ്ങൾ സ്വന്തം സെർവേഴ്സിലാണ് ഹോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഡെവലപ്പർ തന്നെ അത് നോക്കണം. അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മൾ ആഡുകളൊക്കെ ചെയ്യുന്നുണ്ടാവും, ഇപ്പോൾ കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ കണ്ടന്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഒരാവശ്യമില്ലാണ്ട്. കറക്റ്റ്, എന്തിനാണ് ആ റിസ്ക് എടുക്കണേ? ഓക്കെ, മാക്സിമം നമ്മളെ സംബന്ധിച്ച് എന്താണ് സ്പീഡിൽ ഓടാം. മാക്സിമം സ്പീഡിൽ ഓടാൻ എനിക്ക് തോന്നുന്നു ഷോപ്പിഫൈ നല്ല ഞാനും തന്നെയാണ് കണ്ട്. അതായത് പിന്നെ ഒന്നിനൊരു റോഡ് ബ്ലോക്കും ഇല്ല. ഇന്ന് വിചാരിച്ചാൽ ഇപ്പം നടത്താൻ കഴിയും. 10 മിനിറ്റ്സിൽ ശരിക്കും ഒരു സ്റ്റോർ നമുക്ക് ലൈവ് ആക്കാൻ പറ്റും. കറക്റ്റ്.